ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് രാജ്യദ്രോഹമല്ലെന്ന് ഹിമാചൽ ഹൈക്കോടതി. ഖലിസ്ഥാൻ സിന്ദാബാദ് പോലുള്ള മുദ്രാവാക്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് പ്രഥമദൃഷ്ട്യാ കുറ്റകരമാകില്ലെന്നും കോടതി നിരീക്ഷണം. പാകിസ്ഥാൻ പതാകയും ഫോട്ടോകളും വീഡിയോകളും ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തതിന് കുറ്റാരോപിതനായ ഒരാൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് രാകേഷ് കൈന്തല നിരീക്ഷണം നടത്തിയതാണ് ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത. ലീഗൽ കറസ്പോണ്ടന്റ് KM ഷബ്ന ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷബ്ന, എന്തിലും ഏതിലും നമ്മൾ രാജ്യദ്രോഹം കാണുന്ന ഒരു കാലത്താണ് നിൽക്കുന്നത്. എന്തായാലും പ്രതീക്ഷ പകരുന്ന തരത്തിലുള്ള ഒരു നിരീക്ഷണം. രുചീഷ്, തീർച്ചയായും. കാരണം പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ കോടതിക്ക് മുമ്പിൽ എത്തിയിരുന്നു. ഇപ്പോൾ ഹിമാചൽ ഹൈക്കോടതിയാണ് ഇത്തരം ഒരു അതായത് ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ സോഷ്യൽ മീഡിയയിലടക്കം പോസ്റ്റ് ചെയ്യുകയും ചില പോസ്റ്റുകൾ അത്തരത്തിൽ വന്നത് വലിയ വിവാദമായ സാഹചര്യത്തിൽ കൂടി കോടതി ഇത്തരം ഒരു നിരീക്ഷണം നടത്തുകയും ചെയ്തിട്ടുള്ളത്. അത്തരം ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് രാജ്യദ്രോഹമല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതോടൊപ്പം തന്നെ ഖലിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നത് പ്രഥമ ദൃഷ്ട്യാ കുറ്റകരമാകില്ല എന്നും കോടതി പറയുന്നുണ്ട്. നേരത്തെ പലർക്കും ഇത്തരത്തിൽ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവുകൾ പല കോടതികളിൽ നിന്നും ഉണ്ടായിരുന്നു. എന്നാൽ ഈ പാകിസ്ഥാൻ പതാകയും വീഡിയോയും പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ കേസ് എടുത്ത ഒരാൾക്ക് ജാമ്യം അനുവദിച്ചുകൊണ്ടാണ് കോടതിയുടെ ഇത്തരം ഒരു സുപ്രധാന നിരീക്ഷണം. ശരി ഷബ്ന.